ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കൊച്ചിയിലെ 2 ഡേ ട്രിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫാമിലീനെ കൊണ്ട് കാണിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ഇത് 2 ഡേ 2 പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ഇടുക. അതുപോലെ നിങ്ങൾക്ക് 1 ഡേ ട്രിപ്പായിട്ടും പ്ലാൻ ചെയ്യാവുന്നതാണ് ഇതിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. നിങ്ങൾ എത്ര നേരത്തെ കൊച്ചിയിലെത്തുന്നോ അത്രയും നിങ്ങൾക്ക് പ്ലേസസ് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങൾ എത്തിയത് ഉച്ചയ്ക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ടൈമിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയത് എറണാകുളം ടൗണിലായിരുന്നു. അവിടെ തന്നെ ഷീ ലോഡ്ജ് ഉണ്ട്, അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. നിങ്ങൾ ആദ്യം തന്നെ അവിടെ വിളിച്ച് ബുക്ക് ചെയ്യണം, ഗൂഗിളിൽ നമ്പർ ഉണ്ടാവും. അവിടെ ഡോർമെറ്ററി അവൈലബിൾ ആണ്. അതിന് 100 രൂപയും റൂം എടുക്കുകയാണെങ്കിൽ 150 രൂപയാണ് ഒരാൾക്ക് വരിക. ഞങ്ങൾ റൂമാണ് എടുത്തത്. ദെൻ അവിടെ ബാഗ് വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സമൃദ്ധിയിൽ നിന്ന് നമുക്ക് റേറ്റ് കുറവിന് അഫോർഡബിൾ ആയ പ്രൈസിന് ഫുഡ് കിട്ടും. ഫുഡ് കഴിച്ചു നേരെ മെട്രോ കയറി മഹാരാജാസ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ നേരെ എത്തിയത് സുഭാഷ് പാർക്കിലാണ്. ഞാനൊരു 1 ഇയറോളം കൊച്ചിയിലായിരുന്നു പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരുവിധ സ്ഥലങ്ങളൊക്കെ അറിയാം. ഇതെല്ലാം ഞാൻ പോയ സ്ഥലങ്ങളാണ്. അന്നൊക്കെ നമ്മൾ എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് വന്നിരിക്കാറുള്ള സ്ഥലമാണ് സുഭാഷ് പാർക്കും മറൈൻ ഡ്രൈവും. അവിടെ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാറ്റും കൊണ്ട് കപ്പലും കണ്ട് നല്ല അടിപൊളി വൈബാണ് അവിടെ. സുഭാഷ് പാർക്കിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് നമുക്ക് ബസ് വിളിക്കാം, പക്ഷെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്, ടൈം ലാഗ് ആവണ്ടെന്ന് വെച്ചിട്ട്. നമ്മൾ കുറേ നേരം മറൈൻ ഡ്രൈവിൽ സ്പെൻഡ് ചെയ്തു. ഒരു 7:30-8 മണി ആയപ്പോഴാണ് നമ്മൾ അവിടുന്ന് പിന്നെ ലുലുവിലേക്ക് പോകുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് ഓട്ടോ വിളിച്ച് അവിടുന്ന് മെട്രോയിൽ ലുലു മാളിലേക്ക് വരിക ചെയ്തത്. നമ്മൾ മാക്സിമം ട്രാവലിന് ഓട്ടോയും മെട്രോയും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ബസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ അഫോർഡബിൾ ആവും ട്രിപ്പ്. ഓട്ടോയ്ക്ക് കുറച്ചുകൂടെ റേറ്റ് വരുന്നുണ്ട്, പക്ഷെ മെട്രോ വലിയ കുഴപ്പമില്ല, നമുക്ക് ടൈം ലാഗും വരുന്നില്ല. ബസ്സിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ട്രാഫിക്കിൻ്റെ ചെറിയ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1 ഡേ 2 ഡേ ട്രിപ്പൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യുക മെട്രോ തന്നെയാണ്. മെട്രോ കയറി ഒരു എക്സ്പീരിയൻസ് ആവുകയും ചെയ്യാമല്ലോ. അങ്ങനെ ലുലു മാൾ എത്തി. നമ്മൾ അവിടെ നിന്ന് വാങ്ങുകയൊന്നും ചെയ്തിട്ടില്ല, എല്ലാ ഷോപ്പും കണ്ടു, എല്ലാ ഫ്ലോറുകളും കണ്ടു. അവിടെ പിന്നെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, ആ പ്രോഗ്രാമും കണ്ടു. ഒരു ഫാഷൻ ഷോ ആയിരുന്നു അത്. ലുലുവിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടാകാറുണ്ട്. ഞാൻ അവിടെ നിന്നിരുന്ന ടൈമിലൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ പോകാറുണ്ട്. നിങ്ങളും പോകുന്ന ദിവസം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കാണാം. പലതരം പ്രോഗ്രാം ഉണ്ടാകും. ചിലപ്പോൾ ഫിലിമിൻ്റെ പ്രൊമോഷൻ വർക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട്. ആക്ടേഴ്സിനൊക്കെ കാണാൻ പറ്റും. ദെൻ നല്ല മ്യൂസിക് ബ്രാൻഡിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് നമ്മൾ ഇത്രേ കവർ ചെയ്തുള്ളൂ. പിന്നെ റൂമിൽ പോയി 10 മണിയായിരിക്കണം റൂമിലെത്താൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡേ ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ പോയത്. ഫോർട്ട് കൊച്ചി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ബൈ.